നമുക്കത് പത്തനംതിട്ടയിലേക്ക് പോയാലോ? ഞാൻ നേരത്തെ പറഞ്ഞ ചാൻസ് ലിസ്റ്റിലുള്ളതാണ് പത്തനംതിട്ട. പ്രവീൺ റെഡിയാണ് സർ. പ്രവീൺ പുരുഷോത്തമൻ. പ്രവീൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രവീൺ, ഇപ്പോൾ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിലും പ്രതീക്ഷയുണ്ട് BJP നേതാക്കൾക്ക്. എന്താണ് അവിടുത്തെ ഒരു ചിത്രം? ഈ അവസാന മണിക്കൂറിൽ എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ വരുന്നത്? കൗണ്ടിംഗ് സ്റ്റേഷനിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രവീൺ ഒന്ന് ആദ്യം പറയാമോ? അനികേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ചെന്നീർക്കരയിലുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. ഇവിടെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് ഉദ്യോഗസ്ഥർ, ജില്ലാ പോലീസ് മേധാവി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ്. പോളിംഗ് ഉദ്യോഗസ്ഥരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരെ വിന്യസിക്കുന്ന ഒരു നടപടിക്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെ 7 മണിക്കും 7:30ക്കും ഇടയിലായിരിക്കും സ്ട്രോങ് റൂം തുറക്കുക. അതിനുശേഷം വോട്ടിൻ്റെ ഈ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തില്ലെന്ന ജീവനക്കാരുടെ ഒരു സത്യപ്രതിജ്ഞ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും EVMകൾ കൗണ്ടിംഗ് മേശകളിലേക്ക് മാറ്റുക. രാവിലെ 8 മണിക്ക് തന്നെ തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. ഈ ഹോം വോട്ടിങ്ങിൽ രേഖപ്പെടുത്തിയ തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. ഒരു ടേബിളിൽ ഒരു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ, 2 കൗണ്ടിംഗ് അസിസ്റ്റന്റ്, ഒരു മൈക്രോ ഒബ്സർവർ എന്നിങ്ങനെയാണ് ആ ഒരു വിന്യാസമുള്ളത്. രാവിലെ 8:30ക്ക് തന്നെ EVMകളിലെ കൗണ്ടിംഗ് ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. EVM എണ്ണുന്ന ഈ മേശകളിൽ സൂപ്പർവൈസർ, കൗണ്ടിംഗ് അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ എന്നിവരുണ്ടാകും. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ എന്നീ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ EVMകൾ എണ്ണുന്നതിന് 7 കൗണ്ടിംഗ് ഹാളുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ ഹാളിലും 14 മേശകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പോസ്റ്റൽ വോട്ട് എണ്ണുന്നതിന് 35 മേശയാണുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ സജ്ജീകരണം. സർവീസ് വോട്ട് എണ്ണുന്നതിന് മുമ്പായി സ്കാനിങ്ങിന് വേണ്ടി 14 മേശയും ഇപ്പോൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഓരോ മണ്ഡലത്തിലെയും 5 ബൂത്തുകളിലെ VVPAT സ്ലിപ്പുകൾ നിർബന്ധമായും എണ്ണും. നറുക്കിട്ടാണ് ബൂത്തുകൾ തിരഞ്ഞെടുക്കുക. ഈ ബൂത്തുകളിലെ VVPAT സ്ലിപ്പുകൾ കൂടി എണ്ണിയ ശേഷമേ അന്തിമ വിധി പ്രഖ്യാപനമുണ്ടാകൂ. അല്പസമയത്തിനകം UDF സ്ഥാനാർത്ഥി ആൻ്റണി ഇങ്ങോട്ടേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ BJP സ്ഥാനാർത്ഥി അനിൽ ആൻ്റണി പത്തനംതിട്ടയിലേക്ക് എത്തിയിട്ടുണ്ട്. തോമസ് ഐസക് കുറച്ച് ദിവസങ്ങളിലായി പത്തനംതിട്ടയിൽ തന്നെയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ടെൻഷനുമില്ലാതെ അദ്ദേഹത്തിൻ്റെ വിജ്ഞാൻ പത്തനംതിട്ട എന്ന പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ നാം കണ്ടു. ഇന്നലെ ആൻ്റണിയുമായിട്ട് സംസാരിച്ചിരുന്നു. വലിയ പ്രതീക്ഷ തന്നെയാണ് UDFനുള്ളത്. ഒപ്പം തന്നെ തോമസ് ഐസക്കിനും വലിയ പ്രതീക്ഷയുണ്ട്. അനിൽ ആൻ്റണിയുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്നലെ രാത്രിയാണ് പത്തനംതിട്ടയിൽ എത്തിയത്. പത്തനംതിട്ട നഗരത്തിലെ തന്നെ ഒരു ഹോട്ടലിലാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് താമസിച്ചിരുന്നത്. അവിടെ തന്നെയാണ് ഇന്നലെ അദ്ദേഹം എത്തിയത്. ഏതായാലും 3 മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ആൻ്റണി കഴിഞ്ഞ 3 തവണ ഹാട്രിക് വിജയം നേടിയിരുന്നു. 4ാമത് വിജയിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ഡോക്ടർ തോമസ് ഐസക്. ഇക്കുറി LDFന് വലിയ പ്രതീക്ഷ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് 2ാം സ്ഥാനത്തേക്ക് പോയിരുന്നു. അന്ന് ശബരിമല വിഷയമൊക്കെ കത്തി നിൽക്കുന്നൊരു സമയമായിരുന്നു. ഇക്കുറി പക്ഷേ അത്തരം സാഹചര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ LDF വലിയ പ്രതീക്ഷയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, NDA സ്ഥാനാർത്ഥിയായി അനിൽ ആൻ്റണി വന്നതോടുകൂടി പത്തനംതിട്ട ഒരു ശ്രദ്ധാകേന്ദ്രമായി. അതാണ് ചോദിക്കാനുള്ളത്. അനിൽ ആൻ്റണി ഹീറോ ഇപ്പോൾ എവിടെയുണ്ട്? ജയിക്കുമെന്ന് ഇപ്പോഴും പറയുന്നുണ്ടോ? അനിൽ ആൻ്റണി ഓരോ ഘട്ടത്തിലും വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് എല്ലാ ദിവസവും അനിൽ ആൻ്റണിയെ ഒരിക്കലെങ്കിലും ഒരു സന്ദർഭത്തിലെങ്കിലും കാണുമായിരുന്നു. അത് തുടക്കം മുതൽ തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ വന്ന ആ ദിവസം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആദ്യം PC ജോർജിൻ്റെ വീട്ടിലേക്കാണ് വന്നത്, ഈരാറ്റുപേട്ടയിലെ വീട്ടിലേക്ക്. അന്നാണ് ഞാൻ ആദ്യമായി അനിൽ ആൻ്റണിയെ കാണുന്നത്. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, അനിൽ ആൻ്റണി പത്തനംതിട്ടയിലേക്ക് വന്നപ്പോൾ PC ജോർജിൻ്റെ അടുക്കലേക്കാണ് ആദ്യം വന്നത്. അവിടെ അന്ന് നമ്മൾ ഉൾപ്പെടെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അന്ന് വളരെ ഈസി ആയിട്ടും വളരെ തമാശ കലർന്ന രീതിയിലുമൊക്കെ ആയിരുന്നു അനിൽ ആൻ്റണി സംസാരിച്ചിരുന്നത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് അദ്ദേഹം വലിയ ഗൗരവമുള്ള ആൾ ഒക്കെ ആയിരിക്കുമെന്നായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും അനിൽ ആൻ്റണി തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പ്രക്രിയയോടുകൂടി ഇഴുകിച്ചേർന്ന് ആൻ്റണിക്കും ഒപ്പം തന്നെ തോമസ് ഐസക്കിനും കട്ട എതിരാളിയായിട്ട് ആ രീതിയിലുള്ളൊരു പ്രചരണത്തിലേക്കാണ് മുന്നോട്ട് പോയത്. അദ്ദേഹം എപ്പോഴും ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ സംബന്ധിച്ചാണ് എപ്പോഴും വോട്ടർമാരോട് പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ചും ആൻ്റണി കഴിഞ്ഞ 3 വട്ടം
ഇവിടെ MP ആയിട്ടും ഒരു വികസന പ്രവർത്തനം നടത്തിയില്ലെന്നായിരുന്നു അനിൽ ആന്റണി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവസാന നിമിഷങ്ങളിൽ നമുക്കറിയാം പത്തനംതിട്ടയിൽ ഈ സഭാ നേതൃത്വങ്ങളുടെ ഒരു നിലപാട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും നിർണായകമാണ്. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായും സഭയും സമുദായവും വിധി നിശ്ചയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. അവിടുത്തെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും എത്താം പ്രവീൺ പുരുഷോത്തമനിലേക്ക്. ഈജിപ്തിൽ നിന്ന് കുഞ്ഞുമോൻ, ബുജു, ജുബു, മസ്കു, സൽമാൻ എല്ലാവരും ചേർന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ടിവിക്ക് ഈജിപ്തിൽ നിന്ന് ആശംസകൾ നേരുന്ന കുഞ്ഞുമോനും ടീമിനും നമ്മുടെ എല്ലാവരുടെയും എൻ്റെ ടീമിന്റെ ഒരു ഹായ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുകയാണ്. കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞാൽ ആദ്യ ഫലസൂചന 8 മണിക്ക് എണ്ണി തുടങ്ങും. നേരത്തെ ഒരു സീറ്റിലെ ഫലം വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഗുജറാത്തിലെ സൂററ്റ്, അവിടെ എതിരില്ലാതെ BJP തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. അതായത് NDA അക്കൗണ്ട് തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ആ തുറന്നു വെച്ച അക്കൗണ്ടിലേക്ക് ഇനി എത്ര ഒഴുകിയെത്തും? അതൊരു കുത്തൊഴുക്കായിരിക്കുമോ, ഒരു പ്രവാഹമായിരിക്കുമോ, ഒരു സുനാമി ആയിരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആകാംക്ഷ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നമ്മുടെ ഈ ആവേശത്തിനൊപ്പം എല്ലാ പ്രേക്ഷകരും ചേരുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫ്രം വെസ്റ്റ് ആഫ്രിക്ക. അടിച്ചു കയറിവ, ഉറങ്ങാതെ കാത്തിരിക്കുന്നു. ലോക്കൽ ടൈം രാത്രി 12:28 ആയി എന്ന് വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നുള്ള സന്ദേശം വരുന്നു. ശ്യാമിന്റെ സന്ദേശമാണ് നികേഷ് സാർ.